Hello all, welcome to Competitive Cracker. ഇന്ന് നമ്മൾ സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. സെറ്റ് എക്സാം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ജനറൽ പേപ്പറും നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജനറൽ പേപ്പറിൽ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂട്ടൂ. സോ പേപ്പർ 1-ലെ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്. ഓക്കെ, മൊഡ്യൂൾ 1 ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ്റെ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പാർട്ടിനകത്ത് മൊഡ്യൂൾ 1 ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്കറിയാം, സിലബസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്താണെന്നും ഫിലോസഫിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അതോടൊപ്പം തന്നെ എന്താണ് ബാക്കിയുള്ള ഫിലോസഫിക്കൽ ഡിവിഷനെ കുറിച്ചും ടീച്ചർ എന്താണെന്നും ഈസ്റ്റ് വെസ്റ്റ് പ്രധാനപ്പെട്ട ബാക്കിയുള്ള തിങ്കേഴ്സിനെ കുറിച്ചും വാല്യൂ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെയാണ് സിലബസിലുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഇത് ഡീറ്റെയിൽ ആയിട്ട് സിലബസിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് സിലബസ് ഒന്ന് ഓടിച്ച് നോക്കിയെന്നേ ഉള്ളൂ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിലാണോ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ആൻസർ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള ട്രിക്സും ബോധവും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ? ഫിലോസഫിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധം ഏറ്റവും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഓപ്ഷൻസ് ഓരോന്ന് വാങ്ങിക്കാം. എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസസ് ഫിലോസഫി. ശരിയാണോ? മനസ്സിൽ ആലോചിച്ചോ. ഫിലോസഫി ഈസ് എൻറ്റയർലി സെപ്പറേറ്റ് ഫ്രം എഡ്യൂക്കേഷൻ. അത് മനസ്സിൽ എന്താണെന്ന് ആലോചിച്ചോ. ഫിലോസഫി പ്രൊവൈഡ്സ് എ ഫൗണ്ടേഷൻ ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർ എഡ്യൂക്കേഷണൽ എയിംസ് കരിക്കുലം ആൻഡ് മെത്തേഡ്സ്. നാലാമത്തത് എഡ്യൂക്കേഷൻ ഹാസ് നോ റിലേഷൻഷിപ്പ് വിത്ത് ഫിലോസഫി. സോ 4 ഓപ്ഷൻസും മനസ്സിൽ വന്നെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഓരോന്ന് നോക്കാം. സോ ഒന്നാമത്തത് എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസസ് ഫിലോസഫി. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോഴേ ചാടിക്കയറി ചിലപ്പോൾ ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ ശരിയാക്കേണ്ടത്. എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസസ് ഫിലോസഫി. അത് ശരിയാണ്. പക്ഷേ എന്താണ്, അത് കറക്റ്റ് ആൻസർ ആണോ എന്ന് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കിയാലേ കിട്ടും. ആരും ചാടിക്കയറി ശരിയിടരുത്, ചിലപ്പം തെറ്റാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അടുത്തത് ഫിലോസഫി ഈസ് എൻറ്റയർലി സെപ്പറേറ്റ് ഫ്രം എഡ്യൂക്കേഷൻ. ഫിലോസഫിയും എഡ്യൂക്കേഷനും തമ്മിൽ ഒരു ബന്ധമില്ല. സോ ആ ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം, തെറ്റാണ്. രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അടുത്ത ഓപ്ഷൻ ഫിലോസഫി പ്രൊവൈഡ്സ് ദ ഫൗണ്ടേഷണൽ ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർ എഡ്യൂക്കേഷൻ എയിംസ് കരിക്കുലം ആൻഡ് മെത്തേഡ്. ഫിലോസഫി എന്താണ്? നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രിൻസിപ്പിൾസിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയാസ്, എയിംസും കരിക്കുലം എല്ലാം തരുന്നു, മെത്തേഡ്സും എല്ലാം തരുന്നുണ്ട്. സോ ഇത് ശരിയാണോ? അത് ശരിയാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് എ ആണോ സി ആണോ കറക്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ. സോ നമ്മൾ നോക്കുവാണെങ്കിൽ, അങ്ങനെ നോക്കുവാണെങ്കിൽ എയും സിയിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ സി ആണ്. എ കറക്റ്റാണ്, പക്ഷേ അത് ചെറിയ രീതിയിലുള്ള കാര്യം പറയുന്നുള്ളൂ. സി കുറച്ചും കൂടെ എക്സ്പ്ലനേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓപ്ഷൻ കൂടെ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ഹാസ് നോ റിലേഷൻഷിപ്പ് ഫിലോസഫി. അതും തെറ്റാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സിലബസിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പാർട്ടായിരുന്നു ഫിലോസഫി എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധം. സോ വി നോ ദാറ്റ് ദർ ഈസ് എ ഡയറക്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കണക്ഷൻ എന്തൊക്കെ തമ്മിലുണ്ട്? എഡ്യൂക്കേഷനും ഫിലോസഫിയും തമ്മിലുണ്ട്. ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പല മെത്തേഡ്സും കരിക്കുലോ എയിംസും എല്ലാം സെറ്റ് ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഫിലോസഫി എന്തിന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള ചോദ്യമൊക്കെ അവിടെ വരുന്നതാണ്. സോ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇതാണ്, സി ആണ് വരുന്നത്. സോ ഒന്നാമത്തെ ആൻസർ എല്ലാവരും ശരിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി? ഇന്ത്യൻ ഫിലോസഫിയിൽ പല സ്കൂൾസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സംഖ്യ, വേദാന്ത, പ്രാഗ്മാറ്റിസം, ന്യായ. ആലോചിച്ചേ, ആൻസർ എല്ലാവർക്കും കിട്ടിക്കാണും. കാരണം പ്രാഗ്മാറ്റിസം എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ. കാരണം പ്രാഗ്മാറ്റിസം എന്താണെന്ന് ഐഡിയ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഉൾപ്പെടുന്നതല്ലെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെസ്റ്റേൺ ഫിലോസഫിയിൽ പ്രാക്ടിക്കൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ഈ സ്കൂൾ ഓഫ് തോട്ട്സ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ തരുന്നതാണ്. ഇന്ത്യൻ ഫിലോസഫിയിലെ 6 സ്കൂൾസ് ഓഫ് തോട്ട് ആണുള്ളത്. സംഖ്യ,
യോഗ, ന്യായ, വൈശേഷിക, മീമാംസ, വേദാന്ത തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൽ ബാക്കി 3 ഉണ്ട്. പ്രാഗ്മാറ്റിസം മാത്രമാണ് ഉൾപ്പെടാത്തത്. സോ പ്രാഗ്മാറ്റിസം ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ നോട്ട് വൺ ഓഫ് ദ അത് ശ്രദ്ധിക്കണം. ചില സമയത്ത് ചാടിക്കയറി വൺ ഓഫ് ദ എന്ന് പറഞ്ഞാൽ സംഖ്യ ആണല്ലോ എന്ന് പറഞ്ഞ് ശരിയിടാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യകതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ among the following is known for promoting the idea of learning by doing in education? ലേണിംഗ് ബൈ ഡൂയിങ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഐഡിയ പ്രൊപ്പോണ്ട് ചെയ്യുന്ന ആരാണ്? പ്ലേറ്റോ ആണോ, ജോൺ ഡ്യൂ ആണോ, റൂസോ ആണോ, മോണ്ടിസോറി ആണോ? ഈ 4 പേരിൽ ആരാ? പ്ലേറ്റോ ആണോ, ജോൺ ഡ്യൂയി ആണോ, റൂസോ ആണോ, മോണ്ടിസോറി ആണോ? ആരാണ്? പ്ലേറ്റോ, ജോൺ ഡ്യൂയി, റൂസോ, മോണ്ടിസോറി, ഇതിൽ ആരാണ് എന്താണ് ലേണിംഗ് ബൈ ഡൂയിങ് പ്രൊപ്പോണ്ട് ചെയ്യുന്നത്? ആരാണ്? നമുക്ക് ഈസി ആയിട്ട് ഈ കൺസെപ്റ്റ്സ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ പ്രധാന വക്താവ് ജോൺ ഡൂയി ആണ്. സോ നമ്മൾ മോണ്ടിസോറിയുടെ എന്താണ് ഐഡിയ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. റോസോ, പ്ലേറ്റോ, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഐഡിയാസ് എന്താണെന്നുള്ള വ്യക്തമായുള്ളൊരു ധാരണ വേണം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോൺ ഡൂയി ഒരു പ്രധാനപ്പെട്ട അമേരിക്കൻ ഫിലോസഫറാണ്. ഓക്കെ, സോ ഇദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷൻ ഷുഡ് ബി ആക്റ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി. നമ്മൾ പണിയെടുത്ത് അത് ആക്റ്റീവായിട്ട് ചെയ്ത് ലേണിംഗ് ബൈ ഡൂയിങ് ആണ് അദ്ദേഹം പറയുന്നത്. സോ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിൻ്റെ റിയൽ വേൾഡ് എൻഗേജ്മെൻറ്റിൻ്റെ ബേസിലാണ് നോളജ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ജോൺ ഡൂയിയുടെ ഐഡിയ ലേണിംഗ് ബൈ ഡൂയിങ് എന്താണെന്ന് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അടുത്തത്, വിച്ച് എഡ്യൂക്കേഷൻ എയിം അലൈൻസ് വിത്ത് ദ ഫിലോസഫി ഓഫ് ഐഡിയലിസം? സോ പല ടൈപ്പ് ഓഫ് സ്കൂൾസ് ഓഫ് തോട്ട് ഇല്ലെങ്കിൽ അപ്രോച്ച് ഉണ്ട്. അതിലൊന്നാണ് ഐഡിയലിസം. ഐഡിയലിസം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടുമായിട്ട് ചേരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഡെവലപ്പിംഗ് പ്രാക്ടിക്കൽ സ്കിൽസ് ഫോർ ഡെയിലി ലൈഫ്, സീക്കിംഗ് ട്രൂത്ത് ആൻഡ് പെർഫെക്ഷൻ, ഫോക്കസിംഗ് ഓൺ സെൻസറി എക്സ്പീരിയൻസസ്, പ്രൊമോട്ടിംഗ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. ആൻസർ മനസ്സിൽ വന്നേ. ആൻസർ എന്താണ്? സീക്കിംഗ് ട്രൂത്ത് ആൻഡ് പെർഫെക്ഷൻ. ഐഡിയലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ ആണ്. ഐഡിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മൈൻഡും ഐഡിയാസും സ്പിരിച്വൽ വാല്യൂസിനും എല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഐഡിയലിസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താകണം? ഹയർ നോളജ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഹയർ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രൂത്ത്, പെർഫെക്ഷൻ എന്ന് അറിയുന്നതാണെന്ന് പറയുന്നതാണ്. നമ്മുടെ മൈൻഡിലുള്ള മോറൽ വാല്യൂസിലൂടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് എത്തിച്ചേരുന്നതിനെയാണ് ഐഡിയലിസം എന്ന് പറയുന്നുള്ള കാര്യം മനസ്സിലാക്കണം. അടുത്തത്, അക്കോർഡിംഗ് ടു നാച്ചുറലിസം വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ടീച്ചർ? സോ എഡ്യൂക്കേഷൻ എന്താണെന്നും ടീച്ചർ എന്താണെന്നും പല സ്കൂൾസ് ഓഫ് ഫിലോസഫിയിൽ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ബോധമുള്ളപ്പോഴാണ് നമുക്കിതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. സോ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അക്കോർഡിംഗ് ടു നാച്ചുറലിസം വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ടീച്ചർ? എ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ, എ ഗൈഡ് ഹു ഫെസിലിറ്റേറ്റ് നാച്ചുറൽ ഗ്രോത്ത്, an authoritative figure who imposes knowledge, an enforcer of rules and regulations. An enforcer of rules and regulation. കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? എ ഗൈഡ് ഹു ഫെസിലിറ്റേറ്റ്സ് നാച്ചുറൽ ഗ്രോത്ത് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്താണ്? എ ഗൈഡ് ഹു ഫെസിലിറ്റേറ്റ്സ് നാച്ചുറൽ ഗ്രോത്ത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ബുദ്ധിസം വിച്ച് കൺസെപ്റ്റ് ഈസ് ഫണ്ടമെൻ്റൽ ടു ദ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ? ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടമെൻ്റൽ ഐഡിയ എന്താണ്? കർമ്മ, അഹിംസ, മോക്ഷ, നിർവാണ. ഏതൊക്കെയാണ്? കർമ്മ, അഹിംസ, മോക്ഷ, നിർവാണ. സോ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതായിരിക്കും? നിർവാണയാണ് അല്ലേ? നിർവാണയാണ് നമ്മളുടെ എന്താണ് പ്രധാനമായിട്ട് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയി ബുദ്ധിസത്തിൽ പറയുന്നത്. ഓക്കെ, സോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, റൂസോസ് ഫിലോസഫി എംഫസൈസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ എഡ്യൂക്കേഷൻ? റൂസോയുടെ ഫിലോസഫി താഴെ പറയുന്നതിൽ എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? സ്ട്രക്ചേർഡ് ആൻഡ് ഫോമൽ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ഇന്നേറ്റ് ഗുഡ്നെസ് ആൻഡ് ഫ്രീഡം, ഡിസിപ്ലിൻ ആൻഡ് സ്ട്രിക്റ്റ് കൺട്രോൾ, ലേണിംഗ് ത്രൂ ഹാർഷ് എക്സ്പീരിയൻസസ്. ഓക്കെ, സോ നമ്മളിവിടെ ആൻസർ വരുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ഇന്നേറ്റ് ഗുഡ്നെസ് ആൻഡ് ഫ്രീഡം. റൂസോയുടെ ഐഡിയ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ഓരോ എഡ്യൂക്കേഷണലിസ്റ്റിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂവും അവരുടെ ഐഡിയയും അവരുടെ സ്കൂൾ ഓഫ് തോട്ട് ഏതാണെന്നും അവർ പറയുന്ന ഐഡിയ എന്താണെന്നും ഒക്കെ ഒരു ബോധം വേണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് കൺസിഡർഡ് ദ ഫാദർ ഓഫ് ക്രിട്ടിക്കൽ
പെഡഗോഗി. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കേണ്ട സാധനം. ഇതാര് ഇവിടെ വലിയ ചിന്തയൊന്നുമില്ല. ഈ ഐഡിയ ആരാണ് കൊണ്ടുവരുന്നതെന്ന് ഐഡിയ വേണം. ആരാണ്? ടാഗോറാണോ? ടാഗോറാണല്ലേ? അല്ല, ടാഗോറല്ല, പൗളോ ഫ്രെയറി. എന്താണ്? പൗളോ ഫ്രെയറി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എല്ലാം നമ്മുടെ കറക്റ്റ് സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, ഫിലോസഫിക്കൽ ഡിവിഷൻസ് അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ടീച്ചർ, ഈ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി ബുദ്ധിസത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ക്രിട്ടിക്കൽ പെഡഗോഗി, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എല്ലാ സെക്ഷനിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ ഇതിലൂടെ പറയുന്നത് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ഐഡിയാസൊക്കെ എന്താണെന്ന് മനസ്സിൽ വേണം, ഈ ഒരു അപ്രോച്ച് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ വേണം. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സസ് റണ്ണ് ചെയ്യുന്നുണ്ട്. 60 ഡേ ക്രാഷ് കോഴ്സാണ് എക്സാമിന് മുമ്പേ നിങ്ങൾക്ക് തരുന്നത്. സോ ഇവിടെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കൊമേഴ്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജനറൽ പേപ്പർ ക്ലാസ്സസ് ആണുള്ളത്. സോ ഈ ക്ലാസ്സസിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്യാൻ ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ 9746455514 കോൺടാക്റ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഐഡിയാസ്, നമുക്കിതൊക്കെ വായിച്ചെടുക്കാൻ നല്ല സമയം എടുക്കും അല്ലേ? നല്ല സമയം എടുത്തിട്ടായിരിക്കും നമ്മളിത് വായിച്ചെടുക്കുന്നത്. നമുക്ക് കണ്ടന്റ് കിട്ടാനൊക്കെ നല്ല സമയം എടുക്കും. സോ നിങ്ങൾക്ക് വേണ്ടി വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ് തരാനായിട്ടുള്ള 60 ഡേയ്സ് ബാച്ച് ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ നമുക്ക് നല്ല രീതിയിൽ ജനറൽ പേപ്പറും നമ്മുടെ സബ്ജക്റ്റ് പേപ്പറും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. സോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Which of the following values is emphasized in value education? Religious values, material values, moral, religious and social values, scientific values only. ആൻസർ എന്താണ്? 3 മോറൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ വാല്യൂസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് മോറൽ വാല്യൂസ് അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്താണെന്ന് ഐഡിയ ഉണ്ടെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ അബ്സോർബൻ്റ് മൈൻഡ്. The absorbent mind is a concept in education promoted in which education? Which educator? ഏത് എഡ്യൂക്കേറ്റർ ആണ് അബ്സോർബൻ്റ് മൈൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് പ്രൊമോട്ട് ചെയ്തത്? ആരാണ്? മറിയ മോണ്ടിസറി, ജോൺ ഡൂയി, ഫ്രോബൽ, ടാഗോർ. ആരാണ്? ആൻസർ മനസ്സിൽ വന്ന് കാണും. ആരായിരിക്കും? ജോൺ ഡൂയി. അല്ല, ജോൺ ഡൂയി അല്ല. ജോൺ ഡൂയി പറഞ്ഞ എന്തുവാ? ഇതൊന്നുമല്ല. നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ അബ്സോർബൻ മൈൻഡാണ്, നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ അബ്സോർവ് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ മരിയ മോണ്ടിസോറിയാണ്. ആരാണ്? മോണ്ടിസോറിയാണ്. മോണ്ടിസോറി എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, which of the following philosophies believes that reality exists independent of human perception and should be studied through scientific observation? താഴെ പറയുന്ന ഏത് ഫിലോസഫിയിലാണ് നമ്മൾ സയൻറ്റിഫിക് ഒബ്സർവേഷനിലൂടെ എന്താണ് റിയാലിറ്റിയെ പഠിക്കണമെന്ന് പറയുന്നത്? ഹ്യൂമൻ പെർസെപ്ഷൻ. ഓക്കെ, എന്താണ് റിയാലിറ്റി? നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ പെർസെപ്ഷനിലുപരി സയൻറ്റിഫിക് ഒബ്സർവേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ ഏത് സ്കൂൾ ഓഫ് തോട്ടാണ്? ഐഡിയലിസം ആണോ, റിയലിസം ആണോ, ഹ്യൂമനിസം ആണോ, പ്രാഗ്മാറ്റിസം ആണോ? സോ ഇവിടെ ഇതിന് ആൻസർ കൊടുക്കണമെങ്കിൽ ഐഡിയലിസോ, റിയലിസോ, ഹ്യൂമനിസവും പ്രാഗ്മാറ്റിസവും എന്താണെന്നൊക്കെ ഒരു ബോധം വേണം അല്ലേ? സോ ഇത് പറയുന്നത് റിയലിസമാണ്. സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറയുന്ന കാര്യം പറയുന്നത് ഏതാണ്? എപ്പോഴും റിയലിസമാണ്. റിയലിസമാണ് സയൻറ്റിഫിക് ഒബ്സർവൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് തിങ്കർ അഡ്വക്കേറ്റഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ത്രൂ എഡ്യൂക്കേഷൻ? ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഐഡിയ പ്രൊമോട്ട് ചെയ്ത ഏത് എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്? ഗാന്ധിജി ആണോ, പ്ലേറ്റോ ആണോ, ടാഗോർ ആണോ, റൂസോ ആണോ? ഗാന്ധിജി ആണോ, പ്ലേറ്റോ ആണോ, ടാഗോർ ആണോ, റൂസോ ആണോ? ആരാണ്? ടാഗോർ ആണ്. ഇതൊക്കെ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ഐഡിയ ആരാണെന്ന് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ജെയിൻ ഫിലോസഫി ദ പ്രിൻസിപ്പിൾ ഓഫ് അനേകാത്വാദ റെഫേഴ്സ് ടു വിച്ച് കൺസെപ്റ്റ്? നോൺ വയലൻസ്, മൾട്ടിപ്ലിസിറ്റി ഓഫ് വ്യൂ പോയിൻറ്റ്സ്, ഡിറ്റാച്ച്മെൻറ്റ്, ട്രൂത്ത് ആൻഡ് ആബ്സല്യൂട്ട്. സോ നോക്കിക്കേ, അനേകാത്വാദ ഈ കൺസെപ്റ്റ് എന്താണെന്ന് ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ജെയിൻ ഫിലോസഫിയിൽ നമ്മൾ
എല്ലാ ആൾക്കാരുടെ വ്യൂ പോയിന്റ് മനസ്സിലാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്ന് പറയുന്നതാണ് അനഗാത്വാദ എന്ന് പറയുന്ന കൺസെപ്റ്റ്. മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഐഡിയ ആണ്. സോ എന്താണ്, മൾട്ടിപ്ലിസിറ്റി ഓഫ് വ്യൂ പോയിന്റ്സ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ? എന്താണ് വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ? ഓപ്ഷൻസ് നോക്കാം. ടു ഇമ്പോർട്ട് vocational skills, to prepare students for competitive exams, to instill ethical, moral and social values, to teach financial literacy. സോ വാല്യൂ എഡ്യൂക്കേഷൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ വൊക്കേഷണൽ സ്കിൽസ് ഒരിക്കലുമല്ല, ജോബ് കിട്ടാനായിട്ടുള്ള സ്കിൽസ് അല്ല വാല്യൂ എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നത്. പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ല ഒരിക്കലും. ടു ഇൻസ്റ്റിൽ എത്തിക്കൽ, മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് ആണ്, ഫിനാൻഷ്യൽ ലിറ്ററസി അല്ല. സോ കറക്റ്റ് ആൻസർ എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ്റെ? ടു ഇൻസ്റ്റിൽ എത്തിക്കൽ, മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡെമോക്രസി ആസ് ആൻ എഡ്യൂക്കേഷണൽ ഫിലോസഫി പ്രൊമോട്ട്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? Strict discipline in learning, freedom and equal participation, centralized control of education, emphasis on religious teachings only. So ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഇതെന്താ? സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഇൻ ലേണിംഗ്. അത് വേണ്ട സാധനമാണ്, പക്ഷെ ഡെമോക്രസിയുടെ ഒരു ആസ്പെക്റ്റും പറയുന്നില്ല. ഫ്രീഡം ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ, ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ്. ബി ശരിയാണ്. ബാക്കി ഓപ്ഷൻസ് നോക്കാം. സെൻട്രലൈസ്ഡ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനല്ല, റിലീജിയസ് ടീച്ചിങ്സിലല്ല. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഫ്രീഡം ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തൊട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇത് നമുക്ക് സെറ്റ് എക്സാമിൽ വരുന്ന ബേസിക് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലെ ഓരോ കൺസെപ്റ്റും ആരാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്, ആ കൺസെപ്റ്റ്സിൻ്റെ ഇല്ലെങ്കിൽ ഓരോ ഐഡിയാസിൻ്റെ ഫിലോസഫി എന്താണ്, ഒരു ടീച്ചർ ഓരോ സ്കൂൾ ഓഫ് തോട്ടിലും എങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ പഠിക്കേണ്ടത്. ഓക്കെ, സോ സോഷ്യോളജി, ഫിലോസഫി, സൈക്കോളജി എല്ലാം മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ ഈ ഐഡിയാസൊക്കെ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പഠിച്ച് ക്രാക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് ഞങ്ങളുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എത്രയും വേഗം നേരത്തെ പറഞ്ഞ കോൺടാക്ട് നമ്പറിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.